ഈ കോടതി ഉത്തരവ് മറികടന്ന് പൊതുജനങ്ങളുടെ വഴി തടഞ്ഞ വനം വകുപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന 6-ാം മൈൽ മാങ്കുളം റോഡിൽ മാമലക്കണ്ടത്താണ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിരിക്കുന്നത്. റോഡുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയും വനം വകുപ്പ് തടഞ്ഞു. പാസ് നൽകി ജനങ്ങളെ കടത്തിവിടണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വനം വകുപ്പിന്റെ ഈ നടപടി. സർക്കാർ ടെൻഡർ നടപടികളെല്ലാം വെച്ചിവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ശ്രീ വള്ളിയിൽ ഗോപിനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ഈ മേഖല സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ഉദ്ദേശം ഒരു 2-2.5 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ കലുങ്ക് പടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കലുങ്ക് പൊളിച്ചു നീക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒറ്റ രാത്രി കൊണ്ട് JCB ഉപയോഗിച്ച് മുഴുവൻ കലുങ്കുകളും പൊളിച്ചു നീക്കി. അന്നോട്ട് ഈ റോഡ് തർക്കത്തിലാണ്. എത്ര പരാതി കൊടുത്താലും യാതൊരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടലക്ഷ്യത്തിന് സമീപിച്ചോളം കോടതി പറഞ്ഞിട്ടുണ്ട്. കോർട്ടലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഗുഡ് ഈവനിങ്. കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാൻ തയ്യാറാകുന്നില്ല വനം വകുപ്പ് എന്നതാണ്. ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ടവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏതാണ്ട് 1000-ലധികം ആളുകൾ ആ മേഖലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപിന്റെ അന്വേഷണത്തിൽ എന്താണ് വ്യക്തമാകുന്നത്? ഇനി എന്തൊക്കെ നടപടികളാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? ഗുഡ് ഈവനിങ് വിനീത വേണു. ഇടുക്കി ജില്ലയിൽ ഈ വനം വകുപ്പ് ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഇടപെടൽ കൂടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓൾഡ് ആലുവ മൂന്നാർ റോഡിനെ സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണ്. അതിന് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച പ്രതിഷേധവും പ്രവർത്തനങ്ങളും കോടതി വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്കുള്ള റോഡിന്റെ ഒരു ഭാഗത്ത് മാമലക്കണ്ടത്തായിട്ട് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് വനം വകുപ്പ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും കോടതി വ്യക്തമായ ഒരു ഉത്തരവ് നൽകുകയും ചെയ്തു. പാസ് നൽകിയ ആളുകളെ കടത്തിവിടുക, ഈ വനമേഖലയ്ക്കുള്ളിൽ വെച്ച് ഉണ്ടാകുന്ന ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരുന്നതിനും അകത്തേക്ക് പോകുന്നതിനുമുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇവർക്ക് അകത്തേക്ക് പോകുന്നതിന് വേണ്ടി പാസ് നൽകി കടത്തിവിടണമെന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ്. പക്ഷേ വനം വകുപ്പ് ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും അകത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സ്ഥിതിയും കൂടെയാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് ഒരു പഞ്ചായത്തിലെയോ ഒരു പ്രദേശത്തെയോ ഒരു വിഷയമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 2 ജില്ലയിലൂടെ കടന്നു പോകുന്ന, അതിർത്തി പങ്കിട്ട് കടന്നു പോകുന്നു ഒരു റോഡിന് അപ്പുറത്ത് ഇടുക്കി ജില്ലയിൽ വശത്ത് എറണാകുളം ജില്ലയുമാണ്. ഈ എറണാകുളം ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തും ഇടുക്കി ജില്ലയിലെ അടിമാലി അതുപോലെ തന്നെ മാങ്കുളം പഞ്ചായത്തും ഈ പഞ്ചായത്തുകളിൽ വരുന്ന നൂറുകണക്കിനെന്ന് നമുക്ക് പറയാനല്ല, അതിനപ്പുറം ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായ ഒരു റോഡ് കൂടിയാണ് ഈ ഇത്തരത്തിൽ ഒരു ഗതാഗത തടസ്സം സൃഷ്ടിച്ച പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനപ്പുറത്തുള്ള ആദിവാസി കുടികൾ, കുറത്തിക്കുടി അടക്കമുള്ള ആദിവാസി മേഖലയിലെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ എറണാകുളത്തേക്ക് ജില്ലയിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആശുപത്രി ആവശ്യങ്ങളടക്കം ഉണ്ടായാൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്നത് എറണാകുളത്താണ്. അവിടേക്കൊക്കെ ആദിവാസി മേഖലയിൽ നിന്ന് ആളുകൾ എത്തണമെങ്കിൽ ഈ അടിമാലി വഴി കറങ്ങി ചുറ്റി സഞ്ചരിച്ച് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച് മണിക്കൂറുകൾ സമയമെടുത്ത് വേണം എന്നുള്ളതാണ്. ശരി സന്ദീപ്, വ്യക്തമാണ്. ഗുരുതരമായ ഒരു പ്രശ്നമാണ് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് വനം വകുപ്പിന്റെ ഈ നടപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും.